ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും ഞാൻ ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വലിയ പ്രാർത്ഥനകളെക്കുറിച്ച് നാം ചിന്തിക്കുകയും കേൾക്കുകയും പറയുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചില പ്രാർത്ഥനകളിൽ മറുപടി കൊടുത്ത ദൈവത്തെക്കുറിച്ച്, ചെറിയ വിഷയങ്ങൾക്ക് പോലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുത്ത ദൈവത്തെക്കുറിച്ച് ബൈബിൾ അതിശക്തമായി സംസാരിക്കുന്നു. എനിക്കിന്ന് ഈ സന്ദേശം കൊണ്ടെത്തിക്കാൻ കൂടുതൽ ഞാൻ താല്പര്യപ്പെടുന്നത്, ചിലരിങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ആൻറ്റി പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഞങ്ങളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഏറിയാൽ 15 മിനിറ്റ് ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയും വാക്കും വാചകങ്ങളും ഒക്കെ തീർന്നു പോകണു. നിങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചോദിക്കുകയും ചോദിച്ചില്ലെങ്കിലും ഉള്ളിലെങ്കിലും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഇന്ന് ഈ കൂട്ടായ്മയെ കാണുമല്ലോ. അവരുടെ അരികിലേക്കാണ് ഞാൻ ഇന്ന് ഈ സന്ദേശം കൊണ്ടുവരുന്നത്. എനിക്ക് ക്രിസ്തുവിൽ പ്രിയരായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ വാക്കിന് വിലയുണ്ടോ? നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടോ? നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ലാത്ത ആ ചെറുവാചകങ്ങൾക്ക് വിലയുണ്ടോ? അതിനെ വില വയ്ക്കുന്നൊരു ദൈവമുണ്ടോ? അതൊക്കെ സ്വർഗത്തിൽ എത്തപ്പെടുവോ? അതൊക്കെ ദൈവം കേൾക്കുവോ? കുറച്ച് സമയത്തെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കാണ് ഇന്നത്തെ ഈ സന്ദേശം മറുപടിയാകാൻ പോകുന്നത്. കരങ്ങൾ ഉയർത്തി ആരുമനാഥനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ആമേൻ, ആമേൻ. നമുക്ക് വേഗം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായം, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന് ശലോമോൻ പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത്, ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. 1, നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. 2, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? 3 കാര്യങ്ങൾ വളരെ ചെറിയ പ്രാർത്ഥനാ വിഷയങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് 3 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വളരെ ചെറിയ വിഷയങ്ങളായി പ്രാർത്ഥിച്ച് ശലോമോൻ എന്ന് പറയുന്ന ഈ ബാലൻ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, അദ്ദേഹം ബാലനാണ്. ഈ ബാലൻ ദൈവസന്നിധിയിൽ നിന്ന് നേടിയ മറുപടിയെക്കുറിച്ച് താഴോട്ട് വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും. കാര്യമെന്ന് പറഞ്ഞാൽ, വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും നേടാൻ കഴിയാത്തത്രയും മറുപടി ദൈവസന്നിധിയിൽ നിന്ന് ചെറിയ പ്രാർത്ഥനകൾ കൊടുത്ത് പ്രാപിച്ചെടുത്ത ഒരതിശക്തമായ പ്രാർത്ഥനയുടെ അഭിഷേകം കടന്നൊരു വ്യക്തിയാണ് ശലോമോൻ. ശലോമോൻ ഇന്ന് നിൽക്കുന്നത് ഒരു
നിർബന്ധത്തിൻ്റെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഉത്തരവാദിത്വം, തൻ്റെ പ്രായവും താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. തൻ്റെ പ്രാഗൽഭ്യവും അല്ലെങ്കിൽ തൻ്റെ എക്സ്പീരിയൻസും ഇന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കമ്മിറ്റ്മെൻറ്റും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ശലോമോൻ എന്ത് സ്റ്റാൻഡിൽ നിൽക്കുമെന്ന്, അല്ലെങ്കിൽ എന്തൊരു ഡിസിഷൻ എടുക്കുമെന്ന്, അല്ലെങ്കിൽ ശലോമോന്റെ മൂവ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ഇസ്രായേൽ ജനമല്ല, അത് സാക്ഷാൽ ദൈവമാണ്. ദൈവപൈതലേ, നമ്മുടെ മുമ്പിൽ നമുക്ക് എടുത്തുകൂടാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, കമ്മിറ്റഡ് ആയിരിക്കുമ്പോൾ, നമ്മൾ ചില കാര്യം ചെയ്യാൻ നിർബന്ധിതനായിരിക്കുമ്പോൾ, അല്ല ഞാനല്ലാതെ മറ്റൊരു വ്യക്തി ഇത് ചെയ്യാൻ ഇപ്പം ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡ് വരുമ്പോൾ, അല്ല ഞാനും കൂടെ ഇനി ഇതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ ഈ കാര്യം ഏറ്റെടുക്കാൻ ഇവിടെ ആരും മുതിരുകയില്ല എന്ന ഒരു ഘട്ടം വരുമ്പോൾ, ദൈവം താങ്കളെ നോക്കും. എന്താണ് ഇതിനകത്തുള്ള ഇവന്റെ സ്റ്റാൻഡ്? നമുക്ക് ദൈവം രണ്ടാമതേ ചിന്തിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്? ദൈവം ദൂതനെ അയക്കണോ, തീ ഇറക്കണോ, വചനം അയക്കണോ, എണ്ണ നൽകണോ? ഇതൊക്കെ ദൈവം പിന്നീട് ചിന്തിക്കത്തുള്ളൂ. ഭൂമിയിൽ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വൈസ്രോയികളായ നമ്മൾ ഓരോരുത്തരും, ദൈവത്തിൻ്റെ വൈസ്രോയികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്ത് സ്റ്റാൻഡിൽ നിൽക്കും എന്ന് ദൈവത്തിനറിയണം. നിങ്ങളൊരു അഭിഷിക്തനാണോ എന്നല്ല ദൈവം നോക്കുന്നത്, നിങ്ങൾ ഏറ്റവും മുതിർന്ന വ്യക്തിയാണോ എന്ന് നോക്കുന്ന ഒരു ദൈവം അല്ല. കാരണം ബാലനായിരിക്കുന്ന ശലോമോന്റെ കയ്യിലേക്ക് ദൈവത്തിൻ്റെ ജനത്തെ ഏൽപ്പിച്ച ദൈവം, ഇതിനു മുൻപേ ജനത്തെ ഒന്നും ഭരിച്ച് പരിചയമില്ലാത്ത ശലോമോന്റെ കയ്യിൽ ദൈവത്തിൻ്റെ ജനത്തെ ഏൽപ്പിക്കാൻ വിശ്വാസം തോന്നിയ ദൈവം. ഓ മൈറ്റി ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കഴിഞ്ഞ നാളുകളിലൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിർബന്ധപൂർവം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞ നാളുകളിലൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊന്നും എടുത്തിട്ടില്ലാത്തതുപോലത്തെ ഭാരങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നു. നിങ്ങളും കൂടെ അതിൽ ഒഴിവായാൽ ചിലപ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ, ആ ദൗത്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ആ വിടുതലിന് വേണ്ടി ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ നിങ്ങളെപ്പോലെ മറ്റാർക്കും നൊമ്പരം ഉണ്ടായില്ലെങ്കിൽ ആ കേസ് കെട്ട് അങ്ങനെ തന്നെ കിടന്നു പോകും. പക്ഷേ ഈ നാളുകളിൽ സ്പെഷ്യലി ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരോട് ദൈവത്തിന് പറയാനുള്ളൊരു കാര്യം ഇതാണ്, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം ഇതാണ്. ആ മൊമെന്റിൽ നിങ്ങൾ എന്ത് സ്റ്റാൻഡ് എടുത്തു? ഒന്നും കൂടെ വൃത്തിയായി പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ എൻ്റെ വിധി, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ തലയിലെഴുത്ത്, ഞാൻ ജനിച്ച സമയത്തിൻ്റെ ദോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടുകൂടെ ചില കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്നും ദൈവത്തിന് വേണ്ട, പ്രാർത്ഥിക്കുമ്പോഴായി പോരാട്ടം കൂടുതലെന്നൊക്കെ നിങ്ങൾ പിറുപിറുത്തോണ്ട് നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളെ ഫേസ് ചെയ്യുകയാണെങ്കിൽ, തമ്പുരാൻ ഒരു കാര്യം ഈ വചനത്തിനകത്തൂടെ പറയാനുണ്ട്. എന്നാന്നറിയാവോ മോനെ, ആ ഒരു സിറ്റുവേഷൻ, ആ തലയിലെഴുത്തെന്നും വിധിയെന്നും ശാപമെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പിറുപിറുക്കുന്ന അതിൻ്റെ മുമ്പിൽ നീ എന്ത് സ്റ്റാൻഡ് എടുക്കും? നിന്റെ മൂവ് എന്താണ്? നിന്റെ ഡിസിഷൻ എന്താണ്? അതിൻ്റെ മേലുള്ള നിന്റെ വിധി എന്താണെന്ന്, നിങ്ങൾ വിധിക്കുന്ന വിധി എന്താണെന്ന്, നിങ്ങൾ എടുക്കുന്ന റോൾ എന്താണെന്ന് ദൈവത്തിന് അറിയണം. ഒഴിഞ്ഞു മാറിപ്പോണോ? പോകാം. വെറുതെ കൊണ്ട് തന്ന താലന്ത് കുഴിച്ചിടണോ? കുഴിച്ചിടാം. വ്യാപാരം ചെയ്യണോ? വ്യാപാരം ചെയ്യാം. ഒന്ന് കൊടുത്ത് രണ്ടാക്കണോ? ചെയ്യാം. ഒന്ന് കൊടുത്ത് അഞ്ചാക്കണോ? ചെയ്യാം. എല്ലാം
നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ശലോമോനിലേക്ക് ദൈവം നോക്കിയപ്പോൾ ശലോമോൻ 10 അക്കം എടുത്ത് കുത്തിയില്ല. അപ്പുറത്തെ രാജാവിനോട് നിങ്ങൾ എങ്ങനെ ഈ രാജ്യം ഭരിച്ചു തുടങ്ങിയത്, ഫസ്റ്റ് എന്താ നിങ്ങൾ ചെയ്തത്, ആദ്യം എങ്ങനെ ചെയ്യാൻ ഒന്നും ചോദിച്ചില്ല. ശലോമോൻ ചോദിച്ച ചോദ്യം ഭയങ്കര എന്താണെന്നറിയാവോ? എനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെടണമെന്ന് പറഞ്ഞില്ല. തീ ഇറക്കി കുറച്ച് ജനത്തെ കുറച്ച് തരണം, ബാക്കി ജനത്തെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞില്ല. ഈ സാധനം അടിവേരോടെ വെട്ടിപ്പോട്ടെ എന്നും പറഞ്ഞില്ല. ഈ രാജ്യം ഇപ്പം തന്നെ മണ്ണിനടിയിലേക്ക് പോട്ടെ പറഞ്ഞില്ല. നമ്മളൊക്കെ എളുപ്പപ്പണി ചെയ്യും, തീ ഇറങ്ങി ഇപ്പം തന്നെ മണ്ണിനടിയിലേക്ക് പോട്ടെ, നമ്മൾ അങ്ങനെയൊക്കെ പറയും, കാരണം എളുപ്പപ്പണിയാണ്. ശലോമോൻ ഇത്രയും ചെയ്തു. എന്താണെന്നറിയാവോ? ഒന്ന്, അവൻ്റെ അപ്പൻ ആരാന്ന് ആദ്യം ദൈവസന്നിധി പറഞ്ഞു. 2, അപ്പൻ്റെ രീതി ദൈവസന്നിധി പറഞ്ഞു. അപ്പനെ കടാക്ഷിച്ച ദൈവത്തെക്കുറിച്ച് ഈ മനുഷ്യൻ അറിയായിരുന്നു. അപ്പനോട് കടാക്ഷിച്ച ദൈവത്തെക്കുറിച്ച് ഈ മകൻ അറിയായിരുന്നു. നമ്മളൊക്കെ എന്നെ കാണുന്ന ഏറെക്കുറെ പേരും മക്കളുള്ളവരാണ്, പിതാക്കന്മാർ അല്ലെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്, കുടുംബസ്ഥന്മാരാണ്, കുടുംബിനികളുമുണ്ട്. നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വീട്ടിലുള്ളവൻ അറിയണം. അതൊരു ഭയങ്കര വിലയാ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തോ നേടി എന്ന് ചോദിക്കുന്ന മക്കളുടെ മുമ്പിൽ ഇയാൾ റൂമിൽ കയറി കതകടച്ചാൽ ഇറങ്ങി വരുന്നൊരു ദൈവം ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇയാളുടെ കണ്ണ് നിറഞ്ഞാൽ മറുപടി കൊടുക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇയാൾ സംസാരിച്ച കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് അറിയുന്നത് നല്ലതാണ്. ശലോമോന് ദൈവസന്നിധിയിൽ സംസാരിക്കാൻ പ്രേരണ ലഭിച്ചത് ബെന്നി ഹിന്നിന്റെ പ്രസംഗം കേട്ടപ്പോൾ അല്ല, ജോൺ അനോസിക്കയുടെ അഭിഷേകം കണ്ടപ്പോഴും അല്ല. അദ്ദേഹത്തിന് പ്രേരണ ലഭിച്ചത്, എന്റെ അപ്പനോട് സംസാരിച്ച ദൈവമേ, എന്റെ അപ്പന് മറുപടി കൊടുത്ത ദൈവമേ, എന്റെ അപ്പന് രാജ്യം ഭരിക്കാൻ കൃപ കൊടുത്ത ദൈവമേ, എന്റെ അപ്പന് ഗോലിയാത്തിനെ മറിച്ചിടാൻ ശക്തി കൊടുത്ത ദൈവമേ, അപ്പനോട് സംസാരിക്കുന്ന ദൈവം. ആ ദൈവത്തിന് എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചുകൂടാ? സഹോദരി, നിങ്ങളുടെ അമ്മ ജീവിച്ചിരുന്ന നാളുകളിൽ പ്രാർത്ഥിച്ചു മറുപടി നേടിയ എത്ര ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകും? നിങ്ങളുടെ അപ്പൻ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ മറുപടി കിട്ടിയ വിടുതല എത്ര കേസ് കെട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും? നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി തന്ന എത്രയോ സന്ദർഭങ്ങൾ ചെറുതും വലുതുമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വലിയ കാര്യങ്ങൾ ഓർക്കുന്നവരും ചെറിയ കാര്യങ്ങൾ മറക്കുന്നവരുമാണ് മനുഷ്യൻ. വലിയ ഇടങ്ങളെ ഓർക്കുന്നവരും ചെറിയ ഇടങ്ങളെ മറക്കുന്നവരുമാണ് മനുഷ്യൻ. വലിയ പ്രസംഗം നടത്തിയവരെ ഓർക്കുകയും ചെറു സന്ദേശങ്ങൾ നൽകി ബലപ്പെടുത്തുകയും ചെയ്തവരെ മറക്കുന്നവരാണ് മനുഷ്യൻ. വലിയ സഭകൾ തേടിപ്പോകുകയും ചെറിയ സഭകളെ അവഗണിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. വലിയ ദൈവദാസന്മാരെ തേടിപ്പോവുകയും ചെറിയ ദൈവദാസന്മാരെ മറന്നുകളയുകയും അവഗണിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ, വലിയവനെന്നും ചെറിയവനെന്നും വ്യത്യാസമില്ലാത്ത, വലിയത് നൽകിയതും ചെറിയത് നൽകിയതും എന്നും വ്യത്യാസമില്ലാത്ത, വലിയ പ്രാർത്ഥനയെന്നും ചെറിയ പ്രാർത്ഥനയെന്നും വ്യത്യാസമില്ലാതെ ദൈവസന്നിധിയിൽ നേരോടും നീതിയോടും ഭയഭക്തിയോടും കൂടെ കണ്ണു തുറന്ന് വായ തുറന്ന് ഹൃദയം തുറന്ന് കരങ്ങൾ മലർത്തി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് മറുപടി കൊടുക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് അത് ദൈവമായത്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. കാരണം മൂന്ന് പ്രാർത്ഥനാ വിഷയങ്ങളേ ഉള്ളൂ. ബാക്കി അദ്ദേഹം സാക്ഷിയാണ് ദൈവസന്നിധിയിൽ പറഞ്ഞത്. എൻ്റെ അപ്പന് മറുപടി കൊടുത്ത ദൈവം, എൻ്റെ അപ്പൻ്റെ രാജാസനത്തിൽ എന്നെ ഇരുത്തിയ ദൈവം, സാക്ഷ്യമാ പറഞ്ഞേ. സ്തോത്രം. ഉത്തരവാദിത്വങ്ങൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, ചിലതിനു മുമ്പേ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും. ആ സന്ദർഭത്തിൽ ഓടി ഒളിക്കരുത്, ഓടി അകലരുത്. പലരും ഓടി അകന്നെടുത്ത് ദൈവം ഇന്ന് നിന്നെ അപ്പോയിന്റ് ചെയ്തേക്കുക. പരിശുദ്ധാത്മാവ് ആരോടോ പറയുക, പലരും വിട്ടുകളഞ്ഞതിനെയൊക്കെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. പലരും മറന്നു കളഞ്ഞതിനെയൊക്കെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. പലരും മൈൻഡ് ചെയ്യാത്തതിനെയൊക്കെ ഈ നാളുകളിൽ ദൈവം നിന്റെ അകത്തിട്ട് കത്തിച്ചോണ്ടിരിക്കുക. ഗ്ലോറി. ശലോമോൻ എന്താ ദൈവത്തോട് ചോദിച്ചേ? എൻ്റെ ഭാരം കുറച്ചു തരാൻ പറഞ്ഞോ?
ഇല്ല. ശ്രദ്ധിക്കണം, ഇതിൽ ഓരോ വാക്കും ഭയങ്കരമായിട്ട് എനിക്ക് കൊള്ളുക കേട്ടോ. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ തൊടുവായി ഓരോ വാക്കും. എൻ്റെ വായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഓരോ വാക്കും എനിക്ക് തന്നെ അത് ഭയങ്കര പ്രചോദനമായി മാറുന്ന പോലെ ഞാൻ ഫീൽ ചെയ്യുന്നു. മീൻസ് ഈ വാക്കുകൾ ഇതാർക്കൊക്കെയോ വേണ്ടിയിട്ടാണ്. ഭാരം കുറച്ച് തരാൻ പറഞ്ഞോ ദൈവം? നമ്മുടെ വാക്കാണത്. ഐ എം സോറി, ശലോമോൻ ഭാരം കുറച്ച് തരണം ദൈവമേ പറഞ്ഞോ? നമ്മുടെ വാക്കാണത്. ഈ ഭാരം എനിക്ക് കുറച്ച് തരണം. പക്ഷേ ദൈവം ഒരു കമ്മിറ്റ്മെന്റ്, ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഡ്യൂട്ടി ശലോമോന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിന് ശേഷമുള്ള ശലോമോനാണ് നമുക്ക് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. അതെപ്പോഴാണ് ഈ മനുഷ്യൻ ഭയങ്കര സംഭവമായെന്നറിയാവോ? ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇരുമനസ്സ് കൂടാതെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തത് കൊണ്ടാണ്. ഒന്ന്. രണ്ട്, ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്താണ്? വെറുതെ ഈ സാധനം എൻ്റെ പക്കലേക്ക് ദൈവം അയക്കത്തില്ല. ഇതാ മനുഷ്യന്റെ ഉറപ്പാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു സബ്ജക്റ്റ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ, ലിസൺ മീ, നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്ന് വീണിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ചില കാര്യങ്ങൾ എങ്ങനെ തീർക്കുമോ എന്തോ, എങ്ങനെ ചെയ്യുമോ എന്തോ, എങ്ങനെ നടത്തുമോ എന്തോ, എങ്ങനെ ചിന്തിച്ച് ഇപ്പം എങ്ങനെയെങ്കിലും അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ അത് ഡീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ശാസിച്ചിട്ടും ആ സാധനം വിട്ടുപോയില്ല, ആ ഡീല് മാറിപ്പോയിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് വെറുതെ നിന്റെ മുമ്പിൽ വന്ന് വീഴത്തില്ല. എന്തോ ദൈവത്തിന് അത് തന്നിട്ട് മറ്റൊന്ന് നിന്നെ ഏൽപ്പിക്കാനാ. അതിനകത്തൊന്ന് നോക്കിയിട്ട്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം എന്തോ ചെയ്യും? ആദ്യമേ കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു കാറും എടുത്ത് കയ്യിൽ തന്ന്, അല്ലെങ്കിൽ സ്കൂട്ടറും എടുത്ത് കയ്യിൽ തന്നിട്ട് 8 വരയ്ക്ക് 8 വരയ്ക്ക് എന്ന് പറയുമോ? ആദ്യം അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു ലേണേഴ്സ് തരും ഇല്ലേ? അതിനാദ്യം പഠിക്കണം. എന്നിട്ട് കമ്പ്യൂട്ടറിൽ പോയിരുന്ന് 10 ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അതിനകത്തും പാസ്സായാൽ പിന്നെ ബാക്കി നോക്കാം. അതിനകത്ത് പോയാലോ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ലേണേഴ്സ്, ലേണേഴ്സ്, ലേണേഴ്സ്. വി ആർ ദ ലേണേഴ്സ് ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചാലേ പ്രാവർത്തികമാക്കാൻ പറ്റും. ഇവിടെ ഉണ്ടോ ആരെങ്കിലും? ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചാലേ പ്രാവർത്തികമാക്കാൻ പറ്റും. ചിലതൊക്കെ പ്രാപിച്ചാലേ പ്രാവർത്തികമാക്കാൻ പറ്റും. ദൈവത്തിൽ നിന്ന് പഠിക്കാനും ഉണ്ട്, പ്രാപിക്കാനും ഉണ്ട്. രണ്ടുമുണ്ട്. നമ്മൾ പ്രാപിക്കാനാണ് ഏറ്റവും കൂടുതൽ അഗ്രഗണ്യന്മാർ അല്ലേ? പക്ഷെ പഠിക്കാനുണ്ട്. ദൈവത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോ ശലോമോന്റെ മുമ്പിൽ വന്നിരിക്കുന്നതിനെ ശപിക്കുന്നില്ല, ശലോമോന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയത്തെ ശാസിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ശലോമോൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിച്ചേ? 3 പ്രാർത്ഥന. ഒന്ന്, ഞാൻ ബാലനാണ്. ബാലനാണെന്ന് ഇദ്ദേഹം ദൈവത്തോട് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പൊ ബാലന്റെ കയ്യിലാണ് രാജ്യം ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത്രയും സബ്ജക്റ്റുകൾ ഇന്ന് മാന്യ സുഹൃത്തിന്റെ മുമ്പിലുണ്ടാകും. അല്ല, ഇതൊക്കെ ഇപ്പൊ എനിക്ക് മാത്രമേ ഇവിടെ ചെയ്യാൻ പാടുള്ളൂ എന്ന് വരെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. സ്വാഭാവികം. പക്ഷേ എന്തുകൊണ്ടത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു? എന്തുകൊണ്ടത് നിങ്ങളുടെ മേൽ ദൈവം ഇട്ടു? എന്തോ നിങ്ങളെ ദൈവത്തിന് വിശ്വാസമാണ്. 1. 2, ഇതിലും അധികം താങ്കളെ പ്രാപ്തനാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ രാജ്യത്തിൽ വേറെ ആൾക്കാരുണ്ട്, ശലോമോനേക്കാൾ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ശലോമോന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു? ശലോമോന്റെ രീതികൾ വ്യത്യസ്തമാണ്. ഒരു സ്പിരിച്വലാണ് ആള്. ആമേൻ. ആളൊരു സ്പിരിച്വലാണ്. ദൈവത്തിന് താങ്കളെ വേണ്ടത് ആളൊരു ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയല്ല. ആളോട് നമുക്ക് തൊടാനോ അടുക്കാനോ പറ്റത്തില്ല കേട്ടോ. ആള് സിംഹമാണ്, പുലിയാണ്, കടുവയാണ്. അങ്ങനെയുള്ള സിംഹത്തെയും പുലിയും കടുവയും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് സ്പിരിച്വലായ ഒരു വ്യക്തിയെ വേണം. സ്പിരിച്വലായ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആള് ശാന്തനായിരിക്കും. ആള് ശാന്തനായിരിക്കും, പക്ഷെ ആള് ഫയറായിരിക്കും. അല്ലേ? രാമൻ പറയും, ആള് ശാന്തനായിരിക്കും, പക്ഷെ ആള് ഫയറായിരിക്കും. ആള് ഫയറാണെന്ന് കാണിക്കത്തൊന്നുമില്ല, പക്ഷെ ആള് ശാന്തനായിരിക്കും. പക്ഷെ സംഭവം വന്നാൽ ഒറ്റ പിടി അങ്ങ് പിടിക്കും.
ഇവിടെ ആള് ബേജാറായൊന്നുമില്ല. ആളാകെ അവിടെ കിടന്ന് ഓടുകയും ബഹളം വെക്കുകയും മൂപ്പന്മാരെ വിളിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. ആൾ വളരെ ശാന്തനായി ദൈവസന്നിധിയിൽ ഫയറായി. ദൈവസന്നിധിയിൽ ഫയറാകുന്നവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ കൂടെ ഉത്തരം വീഴും. ആമേൻ. കാരണം ഇവിടെ പറയുന്നു, എനിക്ക് ആകയാൽ ഇത്രയും കാര്യങ്ങൾ 8-ാമത്തെ വാക്യം വരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥനാ വിഷയം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം എനിക്ക് തരേണമേ. വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരേണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ശലോമോന് ഇതിൻ്റെ മുകളിലോട്ട് എന്തും ചോദിക്കാം. കാരണം ന്യായപാലനം ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യായപാലനം ചെയ്യാൻ വിവേകവും ജ്ഞാനവും മാത്രം പോരാ. വിവേകവും ജ്ഞാനവും മാത്രം പോരാ ന്യായപാലനം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ന്യായപാലനം ചെയ്യാൻ പല ഘടകങ്ങൾ വേണം. ന്യായപാലനം ചെയ്യാൻ ആയുധം വേണം, സമ്പത്ത് വേണം, അഭ്യാസമുള്ളവർ വേണം. ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ വേണം. ന്യായപാലകന്മാർ വേണം, ഒത്തിരി ഘടകങ്ങൾ വേണം. പക്ഷെ ശലോമോൻ ദൈവസന്നിധിയിൽ ചോദിച്ചത്, എനിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകമുള്ള ഹൃദയം. താഴേക്ക് വായിക്കുമ്പോൾ 10-ാമത്തെ വാക്യം, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ഇതേണ്ടടാ, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ചെറിയ പ്രാർത്ഥന പ്രസാദമായ ഒരു ദൈവം. എന്നാൽ വലിയ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുത്തിട്ടില്ല എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. വലിയ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. ഒരു വട്ടം ഉത്തരം കൊടുത്തിട്ടില്ല, 2-ാമത്തെ വട്ടം ഉത്തരം കൊടുത്തിട്ടില്ല, 3-ാമത്തെ വട്ടമേ ഉത്തരം കൊടുത്തിട്ടുള്ളൂ എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. ഇവിടെ വേണ്ടട 3 വാക്ക് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ആമേൻ പറഞ്ഞപ്പോ മറുപടിക്ക് വേണ്ടി ഒരാൾക്ക് പ്രസാദമായി, സാക്ഷാൽ ദൈവത്തിന് പ്രസാദമായി. അർത്ഥം എന്താണ്? വലിയ മണിക്കൂറുകൾ പ്രാർത്ഥിക്കേണ്ട എന്നല്ല, പക്ഷേ എമർജൻസിയായി വെളിപ്പെടേണ്ട മറുപടികൾ ദൈവം അവിടെ ലേറ്റാക്കി വെക്കത്തില്ലെന്നുള്ളതാണ്. എമർജൻസി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലിരുന്നോണ്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര വഴക്ക്, മദ്യപിച്ചിട്ടൊന്നുമല്ല, അവിടെ ചില ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും വന്നതിന് ശേഷം ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ അസാധ്യമായ വഴക്ക്. ആ വഴക്കിൻ്റെ ശൈലിയും വാക്കുകളും രീതികളും ഒക്കെ മുമ്പോട്ട് അതിനകത്തുള്ള ആ ഒരു മൊത്തത്തിലുള്ളൊരു കമ്പനം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആർക്കെങ്കിലുമൊക്കെ അടി വീഴും, മനസ്സിലായി. കാരണം ആ നിലയിലാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയമൊക്കെ ഞാൻ ഇങ്ങനെ കേട്ട് നിന്നു. അപ്പുറത്തെ വീട്ടിലെ വഴക്കല്ലേ, എന്താ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, ഇടപെട്ടിട്ട് കാര്യമില്ല. വഴക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അടിക്കുന്നത് ഞാൻ കേട്ടു, ശബ്ദം കേട്ടു, അകത്തടിക്കുന്നത് കേട്ടു. അപ്പോൾ പ്രശ്നം മൂർച്ഛിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവ് അങ്ങോട്ട് പറയുമ്പോൾ 4 ഇങ്ങോട്ട് ഭാര്യ പറയും. അപ്പോൾ അങ്ങനെയാണ് ആ മനുഷ്യൻ അടിച്ചത്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ നിന്നെ കൈവച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് ഞാൻ വെച്ചു, എന്തുകൊണ്ട് വെച്ചു എന്നൊക്കെ ചോദിച്ചാൽ ആ മനുഷ്യൻ പറയുന്നു. പക്ഷേ കാര്യം വഷളാകുന്നു, പിള്ളേരും കിടന്ന് വിളിക്കുന്നു ഒക്കെ കേട്ടപ്പോൾ എനിക്കങ്ങ് ആകെ ഒരു ആദി. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു പ്രേരണ തന്നു, നീ പ്രാർത്ഥിച്ചേ. അപ്പോൾ എൻ്റെയും ഉള്ളങ്ങ് വിറച്ചതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് സത്യം പറഞ്ഞ് എനിക്കും പിടികിട്ടിയത്. എങ്ങനെ പ്രാർത്ഥിക്കും? അവർ ദൈവത്തെ അറിയുന്നൊരു വ്യക്തിയല്ല, അവർ ദൈവത്തെ അറിയുന്നൊരു കുടുംബമല്ല, ദൈവത്തെ വിളിക്കുന്നൊരു കുടുംബമല്ല. എന്നാലും എനിക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് ഉള്ളത്തിൽ പ്രേരണ തരുന്നു. കാരണം അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ വ്യക്തി തന്നെ അത് പറയുന്നുണ്ട്. ആ വ്യക്തി പറയുന്നുണ്ട്, ഞാൻ ഈ സെക്കൻഡ് സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ കൊല്ലും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കത് സ്മെല്ല് ചെയ്യുന്നു, എനിക്ക് ആ അറ്റ്മോസ്ഫിയറിൽ എനിക്ക് സ്മെല്ല് ചെയ്യുന്നു, എന്തോ നടക്കും, എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഡീൽ ചെയ്യാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചു. ആ വീട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നീ ആ വീട്ടിൽ പോന്ന് പറഞ്ഞില്ല, പക്ഷെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാനോ, ദൈവത്തെ അറിയാത്ത ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ണുരുട്ടുന്ന പലരും കാണുമായിരിക്കും. എന്നാ കേട്ടോ, ദൈവം മുഴുവൻ മാനരാശിക്ക് വേണ്ടിയാണ് വന്നത്, മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. അവിടെ അവനെന്നോ ഇവനെന്നോ ഒന്നും ഇല്ല കേട്ടോ. സ്തോത്രം. നമുക്ക് സുവിശേഷം അറിയിക്കാനുള്ളവരും അങ്ങനെയുള്ളവരാണ്, ഒന്നും കൂടെ ഓർക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു,
വിത്തിൻ സെക്കൻഡ്സ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ആ വീടിനകത്ത് ഒരു മരണത്തിന് വേണ്ടി നിൽക്കുന്ന ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ ആ വീടിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, രണ്ടുപേരുടെ ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. 3 വാക്കേ ഞാനും പ്രാർത്ഥിച്ചുള്ളൂ. 3 വാക്ക് പ്രാർത്ഥിച്ച് നിർത്തിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 3 വാക്ക് പറയുന്നതും അവിടെ സൈലന്റ് ആകുന്ന ഒരുപോലെ. ആദ്യം ഞാനൊന്ന് പേടിച്ചു, എന്താ അവിടെ സംഭവിച്ചേ എന്ന് പേടിച്ചു. കാരണം അതല്ലായിരുന്നു കുറച്ച് ഒരു 10 സെക്കൻഡിന് മുന്നേ അതല്ലായിരുന്നു അവിടുത്തെ അവസ്ഥ. എനിക്ക് 3 വാക്ക് പറയാൻ 10 സെക്കൻഡ് മതി. യേശുവിൻ്റെ നാമത്തിൽ അതിനകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ബന്ധിക്കുന്നു, വഴക്കുണ്ടാക്കുന്ന സ്പിരിറ്റ് വിട്ടു അവിടെ എന്ന് പറയാൻ നമുക്കൊരു 10 സെക്കൻഡ് തികച്ച് വേണ്ട. ഈ 10 സെക്കൻഡിന് മുന്നേ ഉള്ളതല്ല, 10 സെക്കൻഡിന് ശേഷം. അപ്പം ഞാൻ പെട്ടെന്ന് വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു ആരും സംസാരിക്കുന്നില്ല. ഇപ്പം കൊല്ലു, ഇപ്പം വെട്ട്, ഞാൻ ഇപ്പം ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്ന വ്യക്തി സൈലൻ്റായി, അവിടുത്തെ സഹോദരി സൈലൻ്റായി. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ശ്രദ്ധിച്ചു. പാസ്റ്റർ, അപ്പുറത്തെ വീട്ടിൽ ശ്രദ്ധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കരുത്. കാരണം എനിക്കവിടെ മറ്റൊന്നും സമാധാനമല്ലാതെ മറ്റൊരു വാർത്ത ആ വീട്ടിൽ നിന്ന് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു. സൈലൻ്റായി. ആ വീട് സൈലൻ്റായി. ഈ സെക്കൻഡ് വരെ ആ വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ല. അവർ തമ്മിൽ മിണ്ടിയോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായ പ്രശ്നം എന്തിയേ? അവരവിടെ സംസാരിച്ച് അന്നത്തെ ദിവസം ഉറങ്ങാൻ ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലത്തെ വഴക്ക് അവിടെ ഉണ്ടായി. അവിടുത്തെ വഴക്ക് എന്തിയേ? അവിടെ ഇപ്പം കൊല്ലൂ എന്ന് പറഞ്ഞ ആത്മാവ് എന്തിയേ? ഞാനിപ്പോൾ കയറി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ആത്മാവ് എന്തിയേ? ആ സാധനം ഇവിടെ പോയി. അതെന്താ പെട്ടെന്ന് അവിടെ സൈലൻ്റ് ആയേ? അതെന്താ പെട്ടെന്ന് അവിടെ ഒരു മറുപടി വെളിപ്പെട്ടെ? എമർജൻസിയായി വെളിപ്പെടേണ്ടടുത്ത് ദൈവം വെയിറ്റ് ചെയ്യത്തില്ല. സ്പോട്ടിൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ ദൈവം സ്പോട്ടിൽ ഇടപെടും. ആ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തെയൊക്കെ വിളിച്ചു വരുത്തി ദൈവത്തെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് എല്ലാ വിശുദ്ധന്മാരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാലൊന്നും അല്ല ദൈവം മറുപടി കേൾക്കുന്നത്. എൻ്റെ ഗ്രാമർ ഇല്ലാത്ത പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ചില വ്യക്തികൾ മുമ്പിൽ വന്നേ കടിച്ചു കീറാൻ നിൽക്കുന്ന പോലെ നിൽക്കും. പക്ഷെ നമ്മൾ അവരുടെ കണ്ണി നോക്കി സൈലൻ്റായിട്ട് വാ പോലും ചുണ്ടുപോലും അനക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഇവനെ ഇങ്ങനെ സംസാരിപ്പിക്കുന്ന ആത്മാവിനെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂച്ചയെ പോലെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവനെന്തിനാ നമ്മളെ അങ്ങനെ ആക്കുന്നതെന്നറിയാമോ? നമ്മളൊരു കാണ്ടാമൃഗമാക്കി മാറ്റാൻ. ചെറിയ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവം സ്പോട്ടിൽ മറുപടി വെളിപ്പെടും. ദൈവാത്മാവ് താങ്കളോട് പറയാട്ടോ, ഗ്രാമർ ഇല്ലാത്ത, വാലും തുമ്പും ഇല്ലാത്ത, ആദി അന്തോ ഇല്ലാത്ത വെറും വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇതാ എൻ്റെ വിഷയം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ, പ്രാർത്ഥിക്കാനല്ല, ദൈവത്തോട് സംസാരിക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങളുടെ സംസാര പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. സംസാര പ്രാർത്ഥന. എന്നോട് ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഞാനിപ്പോൾ എങ്ങനെയാണോ പാസ്റ്ററോട് കാര്യം പറയുന്നത് ഇതുപോലെയാണ് ഞാൻ ദൈവത്തോടൊക്കെ സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പാസ്റ്റർ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? എൻ്റെ സഹോദരി, ഞാൻ പറയും ഗ്രാമറും പ്രാസവും ഒക്കെ ഒപ്പിച്ച് വെക്കുന്ന പ്രാർത്ഥനയേക്കാളും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ശലോമോൻ ദൈവസന്നിധിയിൽ തീർത്തു പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ ഈ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, ഈ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന്, ഇവിടുത്തെ ജനത്തിന് എന്താ എനിക്കറിയില്ല കർത്താവേ. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ ഉത്തരവാദിത്വവും വിട്ടിട്ട് പോകാൻ തയ്യാറല്ല. അവിടുന്ന് എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാം, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാം. ദൈവത്തിന് അതാ വേണ്ട കേട്ടോ. എനിക്കിപ്പോൾ ഒരവസരം കിട്ടിയെങ്കിൽ ഞാൻ ഇപ്പം കാച്ചിത്തരാന്ന് പറയുന്നവരെ അല്ല. ദൈവമേ, എൻ്റെ കൂടെ എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാം. എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തന്നാൽ, എനിക്ക് ക്ഷമയുള്ളൊരു ഹൃദയം തന്നാൽ, പരിജ്ഞാനമുള്ളൊരു ഹൃദയം തന്നാൽ ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാനുള്ള എവിടേക്കും പോകാൻ തയ്യാറാ എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അയക്കും. ദൈവം നിന്നെ അയക്കും. ഈ കാര്യം ദൈവത്തിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ ദൈവസന്നിധി ചോദിക്കുന്ന ഇതൊന്നും തെറ്റല്ല കേട്ടോ, നമ്മൾ ചോദിക്കുന്നതൊന്നും തെറ്റൊന്നും അല്ല. പക്ഷേ ശലോമോന് മറുപടി കിട്ടിയത് ചോദിച്ചപ്പോഴല്ല. ശലോമോന് മറുപടി കിട്ടിയത് ദൈവം കൊടുത്ത കമ്മിറ്റ്മെന്റിനെതിരെ സംസാരിക്കാത്തതുകൊണ്ട്, ദൈവം കൊടുത്ത റെസ്പോൺസിബിലിറ്റിക്കെതിരെ സംസാരിക്കാത്തതുകൊണ്ട്, ദൈവം മുമ്പിൽ വെച്ച ഒരു കാര്യത്തെ അവഗണിക്കാത്തത് കൊണ്ട്. ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് മക്കളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണോ? ദൈവം താങ്കളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണോ?
ദൈവം നിങ്ങളുടെ മുമ്പിൽ ഓവർകം ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ദൈവവും മനുഷ്യനും ബൈബിളും പാപം എന്നെണ്ണുന്ന ഒരു കാര്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ദൈവം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? ഈ ജന്മത്തിൽ ഞാൻ ശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണോ? ഇതൊന്നും ദൈവം അറിയാതെ മുമ്പിൽ വന്നതല്ല. ഇതൊന്നും ദൈവം അറിയാതെ മുമ്പിൽ വന്നതല്ല. താങ്കൾ എന്ത് ആ ഒരു കേസിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയത്തോടുള്ള സമീപനം എന്താണ്? എന്താണ് നിങ്ങളുടെ ഡിസിഷൻ? അതറിഞ്ഞതിന് ശേഷം ദൈവം ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ദൈവത്തിന് പ്രസാദമായി എന്നവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ ദൈവം ശലോമോനെ വാച്ച് ചെയ്തു. ഒബ്വിയസ്ലി ദൈവം ശലോമോനെ വാച്ച് ചെയ്തു. ദൈവത്തിന് പ്രസാദമായി എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആദ്യം പ്രസാദമില്ലായിരുന്നു എന്നും ദൈവം അതിനകത്ത് ഒരു ഡിസിഷനും എടുത്തിട്ടില്ലായിരുന്നു എന്നും ഡിസിഷൻ എടുക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നവന്റെ ഡിസിഷൻ എന്താണ് എന്ന് ദൈവത്തിന് അറിയണമെന്നും ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശലോമോന്റെ ഓരോ മൂവും ദൈവം നോക്കിക്കൊണ്ടിരുന്നു. സോ ശലോമോൻ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു. ആകെ 3 വാക്കേ ഉള്ളൂ. ആ 3 വാക്ക് പ്രാർത്ഥന ദൈവം കേട്ടു. ചോദിച്ച ചോദ്യം, രീതി എല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഒന്ന്, പ്രാർത്ഥനയ്ക്കെടുത്ത സമയം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, കുറച്ച് സമയം. ചോദിച്ച രീതി ഇഷ്ടപ്പെട്ടു. ചോദിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഇഷ്ടപ്പെട്ടു. തൻ്റെ തീരുമാനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ബൈബിൾ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശലോമോൻ ചോദിച്ച ഈ കാര്യം ദൈവത്തിന് പ്രസാദമായി. ദൈവമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെന്നും പൊള്ളിക്കുന്നുവെന്നും നിരാശപ്പെടുത്തുന്നുവെന്നും സങ്കടപ്പെടുത്തുന്നുവെന്നും ശരീരം തളർത്തുന്നുവെന്നും മാനസികമായി എന്നെ ഉലയ്ക്കുന്നുവെന്നും ഭയപ്പെടുത്തുന്നുവെന്നും പറയുന്ന വിഷയങ്ങൾ നിൽക്കാൻ അനുവദിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും മുമ്പേ നിൽക്കത്തില്ലെന്നാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിപ്പിക്കുമോ? നിങ്ങൾ ഒഴിവാക്കുവോ? നിങ്ങൾ ഓവർകം ചെയ്യുമോ? ദൈവത്തിനത് അറിയണം. കാരണം ദൈവത്തിന് പ്രസാദമായൊരു പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിന് പ്രസാദമായൊരു പ്രാർത്ഥനയായിരുന്നു ഈ ചെറു പ്രാർത്ഥന. നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ, ശ്രദ്ധിക്കണേ, നിങ്ങളുടെ വിഷയത്തിന്റെ പരിഹാരം എന്താ ഞാൻ പറയുന്നു. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്കു തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും. എണ്ണിക്കൂടാത്തത്രയും മഹാജാതികളായ ജനത്തിനു വേണ്ടി ഞാൻ നിൽക്കാൻ കർത്താവേ, അതിനെനിക്ക് വിവേകമുള്ളൊരു ഹൃദയം തരണമേ എന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോ ആ മനുഷ്യന് വേണ്ടതും ആ ജാതികൾക്ക് വേണ്ടതുമായിട്ടുള്ളത് മറുപടിയായി കൊടുത്ത ഒരു ദൈവം. ഇന്ന് പലർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ഇന്ന് പലരുടെയും വിഷയങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾ ചോദിക്കാത്ത വിഷയങ്ങളുടെ മറുപടിയും കൂടെ കർത്താവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിച്ച ചെറു പ്രാർത്ഥന. ഗ്ലോറി ടു ജീസസ്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. 1 ദിനവൃത്താന്ത പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്
എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസ് പറഞ്ഞ കാര്യം ചെറിയ കാര്യമല്ല, പക്ഷെ യബ്ബേസിന്റെ പ്രാർത്ഥന ചെറുതാ. യബ്ബേസിന്റെ പ്രാർത്ഥന ചെറുതാ. യബ്ബേസ് ചോദിച്ച കാര്യമൊന്നും ചെറുതൊന്നും അല്ല. ഒന്ന് യബ്ബേസിന് അതിര് വിശാലമാക്കണം. അതിർ വിശാലമാക്കണം. പലതിൻ്റെ അതിരുണ്ട്. അവൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അതിരുണ്ട്, അവൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട അതിരുണ്ട്, അവൻ്റെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതിരുണ്ട്, അവൻ്റെ ഇന്നുമായി ബന്ധപ്പെട്ട അതിരുണ്ട്, അവൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട അതിരുണ്ട്, അവനിന്ന് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിരുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു അതിര് വെച്ചേക്കുക. അദ്ദേഹത്തിന് ആവശ്യം വിശാലതയാണ്, അദ്ദേഹത്തിന് ആവശ്യം സ്വാതന്ത്ര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നതെല്ലാം ലിമിറ്റേഷൻസ് ആണ്. അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നതെല്ലാം ലിമിറ്റേഷനാണ്. ഭയങ്കര ദീർഘവീക്ഷണമുണ്ട്, ഭയങ്കര വിഷൻസ് ഉണ്ട്, അതിനു വേണ്ടുന്ന പ്രാർത്ഥനയും ഉണ്ട്, അതിനു വേണ്ടുന്ന വിശ്വാസവും ഉണ്ട്. പക്ഷേ ആഗ്രഹം കൊണ്ട് കാര്യം സാധിക്കുന്നില്ലല്ലോ, വിഷൻസ് കൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്നില്ലല്ലോ. ആഗ്രഹം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിശാലത കാണുന്നു, പക്ഷെ റിയാലിറ്റിയിൽ അതിരുകൾക്കകത്ത് എപ്പോഴും ലിമിറ്റേഷൻ, എപ്പോഴും ഒരു അതിരുണ്ട്. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ലിമിറ്റേഷൻസ് എല്ലാ കാര്യങ്ങൾക്കും. ഭയങ്കരമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നും ഇന്നത്തെ പോലെ ആകരുത് നാളെ എന്നും നാളത്തെ പോലെ ആകരുത് മറ്റന്നാളെന്നും എല്ലാ ദിവസവും അപ്ഡേഷൻസ് ഉണ്ടാകണമെന്നും ആഗ്രഹമില്ലേ? ഭയങ്കര ദീർഘവീക്ഷണയില്ലേ? കർത്താവ് ഒരു അവസരം തന്നാൽ ഇന്നതുപോലെ ഞാൻ ചെയ്യുമെന്നൊക്കെ നിങ്ങൾക്ക് പ്ലാനിങ് ഇല്ലേ? പക്ഷേ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ അതിര് ഭയങ്കരമായിട്ട് ഇടുങ്ങിയിരിക്കുകയല്ലേ? അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥനയൊന്നും യബ്ബേസ് നിയമിച്ചില്ല. ആ സങ്കീർണമായ അവസ്ഥകൾക്കകത്ത് യബ്ബേസിനുണ്ടായ ആ അനുഭവം അത് നിങ്ങൾക്ക് മനസ്സിലാവണേ. നിങ്ങൾ നോക്കിയേ, അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. ഈ മനുഷ്യൻ്റെ ജനനം മുതൽ ഈ മനുഷ്യന് പതിഞ്ഞു കിട്ടിയിരിക്കുന്ന പേര് വ്യസനപുത്രൻ എന്ന്. എൻ്റെ അമ്മ ഇട്ടിരിക്കുന്ന പേരാ യബ്ബേസ്. കാരണം ഞാൻ അവനെ വേദനയോടെ വിഷമത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ആ ഓർമ്മയ്ക്ക് വേണ്ടി അവനൊരു പേരിട്ട് യബ്ബേസ്. പക്ഷെ വചനം പറയുന്ന അദ്ദേഹത്തിന് സഹോദരന്മാരുണ്ട്. പക്ഷെ സഹോദരന്മാരെ പോലത്തെ ജീവിതം അല്ല യബ്ബേസിന്റെ. സഹോദരന്മാരുടെ പോലത്തെ രീതി അല്ല യബ്ബേസിന്റെ. വ്യത്യസ്തനായിരിക്കും. വ്യസനത്തോടെ പ്രസവിച്ചോ, ക്ഷാമത്തോടെ പ്രസവിച്ചോ, ദാരിദ്ര്യത്തോടെ പ്രസവിച്ചോ, സമ്പന്ന കുടുംബത്തിൽ ജനിച്ചോ, ഒന്നുമില്ലാത്ത കുടുംബത്തിൽ ജനിപ്പിച്ചോ, ഇതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. വ്യത്യസ്തനായിരിക്കും. ദൈവം കണ്ടിരിക്കുന്ന, ദൈവം വിളിച്ചിരിക്കുന്ന, ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന, അമ്മയുടെ ഉദരത്തിൽ ദൈവം കോരി ഒഴിച്ച ഒരുവൻ വ്യത്യസ്തനായിരിക്കും. യേശു കർത്താവിൻ്റെ കുടുംബത്തിൽ സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് കോരി ഒഴിച്ചവനാകുന്ന യേശു ക്രിസ്തു വ്യത്യസ്തനായിരുന്നു. സഹോദരന്മാർ മല കയറിപ്പോയി എന്ന് പറയുന്നില്ല പ്രാർത്ഥിക്കാൻ. സഹോദരന്മാർ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചു എന്ന് പറയുന്നില്ല. സഹോദരന്മാർ പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്നില്ല. പക്ഷെ യേശു വ്യത്യസ്തനായിരുന്നു. യേശുവിനൊരു ഡിവൈൻ നേച്ചർ ഉണ്ടായിരുന്നു. വ്യത്യസ്തനായിരിക്കും. അതുപോലെ തന്നെ പല ടാസ്കുകൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അങ്ങനെ വ്യത്യസ്തനാണെങ്കിൽ ടാസ്കുകൾ കാണും ജീവിതത്തിൽ. ആ ടാസ്ക് എല്ലാം നമ്മൾ ജയിച്ച് മുമ്പോട്ട് പോകണം. നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ വരും ജീവിതത്തിൽ. അലട്ടുകയും അസ്വസ്ഥപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരും. പക്ഷെ അതിനകത്ത് നിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ദൈവത്തിന് അറിയണം. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ദൈവത്തിന് അറിയണം. വിട്ടേച്ചു പോണോ? പോകാം. പ്രാർത്ഥന നിർത്തണോ? നിർത്താം. നമുക്കാണ് ദൈവം സ്വാതന്ത്ര്യം തന്നേക്കുന്നത്. ദൈവം കഴുത്തിന് കയറി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഇന്ന് ദീപുവിന് ഈ മിനിസ്ട്രി നിർത്തണോ? നിർത്താം. ദൈവം കഴുത്തിന് കയറി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ നാളേക്ക് മറുപടി പറയാൻ ദീപു തയ്യാറായിരിക്കണം.
കാരണം ദൈവം ഒരു കമ്മിറ്റ്മെൻറ്റ്, ഞാൻ ദൈവത്തിനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദൈവം എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം എനിക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെ ചെയ്യണം അത് ദീപുവിൻ്റെ പാർട്ടാണ്. പക്ഷെ ചെയ്യുന്നതിനനുസരിച്ച് മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. എൻ്റെ ഓരോ മൂവും നോക്കിയിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. എൻ്റെ ഓരോ മൂവ് നോക്കിയിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെയാണ് നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന കാര്യം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദൈവം ഒരു ചെറിയ ദൗത്യം ഏൽപ്പിച്ചാലും വലിയ ദൗത്യം ഏൽപ്പിച്ചാലും, ചെറിയൊരു അസൈൻമെൻറ്റ് ഏൽപ്പിച്ചാലും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിന്റെ മൂവിന് ഒത്ത് ദൈവം കൂടെ നിൽക്കും. ഞാനിത് ആരോടൊക്കെ ഒരു കൺഫർമേഷൻ പറയുകയാണ്. നീ നിന്നാൽ ദൈവം കൂടെ നിൽക്കുമെന്നും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി നടക്കുമെന്നും, നിങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ അതിനകത്തൊരു പൂർണ്ണത ഉണ്ടാകുന്നൊക്കെ ഞാനൊരു കൺഫർമേഷനായിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലേബ്രോ ഷഥൈൽ ഗമാസ് കരോസിയാർ ബഹസി. ഇന്ന് നിങ്ങൾ കാണുന്നത് പൗലോസിൻ്റെ ജീവിതത്തിൽ 14 ദിവസം രാത്രികളായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ണടച്ചേ, നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ പോളയിലടിക്കുന്ന വെളിച്ചം നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാമല്ലോ, അതുപോലും ഇല്ലായിരുന്നു പൗലോസിൻ്റെ മുമ്പിൽ. ഇല്ലായിരുന്നല്ലോ, അതുപോലും ഇല്ലായിരുന്നു. ഇപ്പം ഈ സ്ക്രീൻ ഓൺ ആയിരിക്കുന്നുണ്ട്, കണ്ണടച്ചാൽ അതിൻ്റെ ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലടിക്കുക, അല്ലെങ്കിൽ റൂമിലിട്ടേക്കുന്ന ലൈറ്റിൻ്റെ വെളിച്ചം നമ്മുടെ കണ്ണിൻ്റെ പോളയിലടിച്ച് നമ്മുടെ അകത്തൊരു ചെറിയ വെണ്മ കാണും. പക്ഷേ പൗലോസിനെ സംബന്ധിച്ച് അതുപോലും ഇല്ലായിരുന്നല്ലോ. 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ലാത്ത കുറ്റാങ്കുറ്റി ഇരുട്ടിനകത്തിരുന്നുള്ള പ്രാർത്ഥനയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. പുതയ്ക്കാൻ കമ്പിളിയില്ല, തണുപ്പ് മാത്രമേ ഉള്ളൂ പുതയ്ക്കാൻ. ബാക്കിയെല്ലാം കഴിക്കാൻ ഭക്ഷണമില്ല, അതൊക്കെ കടലിലെറിഞ്ഞു. സ്തോത്രം. പക്ഷേ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ആ മനുഷ്യൻ പിടിച്ചു നിന്നതിൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ അങ്ങോട്ട് വായിക്കുമ്പോൾ 18 ശേഷം അങ്ങോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. പുതിയ കപ്പലും പുതിയ ആ രാജ്യത്തിലെ ഭക്ഷണവും കയറ്റിയ അദ്ദേഹത്തെ ദൈവം വിടിയിച്ചത്. ചില ദിവസങ്ങളൊക്കെ അന്ധകാരത്തിനകത്തും കുറ്റാങ്കുറ്റി ഇരുട്ടിനകത്തും തപ്പിത്തടയേണ്ട അനുഭവത്തിൽ കൂടെ വന്നാലും പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ നീ മുമ്പോട്ട് പോയാൽ നീ കണ്ടിട്ടില്ലാത്തതും നീ വാങ്ങിയിട്ടില്ലാത്തതും നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്തതുമാകുന്ന കാര്യങ്ങൾ തന്ന് നിന്നെ നിറയ്ക്കാൻ, നടത്താൻ, അനുഗ്രഹിക്കാൻ, മറുപടി തരാൻ, ബഹുമാനിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ശലോമോന്റെ കയ്യിലൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാലനാണ്, ബാലിശമായ രീതിയിലും കാര്യങ്ങൾ ചെയ്യാം, ആര് ചോദിക്കാൻ നമ്മളില്ല, ബാലിശം. പക്ഷെ ദൈവത്തിന് ആവശ്യം ഒരു സ്പിരിച്വൽ മാനെയാണ്. ബാല, നീ നിന്റെ ബാലിശമായ കാര്യങ്ങളല്ല റിയാലിറ്റിയിൽ വേണ്ടത്. ശലോമോൻ ബാലനാണ്, അദ്ദേഹം ചെയ്താലും ഇപ്പോൾ പോട്ടെ, അവനൊരു കുഞ്ഞല്ലേ, കുട്ടിയല്ലേ, അവൻ ഇപ്പോഴും ആ ദൗത്യം ഏറ്റെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് മുതിർന്നവരൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കും. പക്ഷെ ദൈവത്തിന് ആവശ്യം ഒരു സ്പിരിച്വാലിറ്റി ഉള്ള വ്യക്തിയാണ്. ആത്മീയ കാര്യങ്ങളിൽ ബാലനില്ല, ബാലിശമായ കാര്യങ്ങളുമില്ല. ശലോമോൻ അതുകൊണ്ടാണ് തികച്ചും അദ്ദേഹം ജ്ഞാനം ദൈവത്തോട് ചോദിച്ചു. പക്ഷെ ജ്ഞാനത്തോടെയാണ് ആ മനുഷ്യനൊരു ഡിസിഷൻ എടുത്തത്, പ്രാർത്ഥിക്കാം. അദ്ദേഹം ചോദിച്ചത് വിവേകവും ജ്ഞാനവുമാണ്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഈ എടുത്ത ഡിസിഷൻ ഭയങ്കര ജ്ഞാനമായിരുന്നു, ഭയങ്കര ജ്ഞാനത്തോടു കൂടിയതായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എൻ്റെ മക്കളും എന്നോട് എന്ത് കാര്യം പറഞ്ഞാലും ഈ ഒരു വാക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ, പ്രാർത്ഥിക്കാം. നിങ്ങളും ചില കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നോട് പറയും, ഞാൻ പറയും പ്രാർത്ഥിക്കാം. നിങ്ങൾ വലിയ കാര്യങ്ങളായിരിക്കും പാവം എന്നോട് ചോദിച്ചപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അയാളിപ്പോൾ ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറുപടി പറയും. ഇപ്പോൾ ഒരു പ്രവചനം പറയും, ഞാൻ പറയും പ്രാർത്ഥിക്കാം. എൻ്റെ ആ വാക്കിനകത്ത് വിശ്വാസമുള്ളവർ വിശ്വസിച്ചാൽ മതി. കാരണം പ്രാർത്ഥനകളാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്, അല്ലേ? ഇവിടെ ശലോമോനും എടുത്തൊരു ഡിസിഷൻ, ദൈവത്തോട് ജ്ഞാനം ചോദിച്ച വ്യക്തിയാണ്, പക്ഷെ ജ്ഞാനത്തോടെ ഒരു തീരുമാനം എടുക്കുന്നത്. പ്രാർത്ഥിച്ച വല്ലതും നടക്കൂ? ചെറുതായിട്ടൊക്കെ പ്രാർത്ഥിച്ച വല്ലതും നടക്കൂ? ചെറിയ കൂട്ടായ്മയിലൊക്കെ കയറിയ വല്ലതും നടക്കൂ? ചെറിയ ചർച്ചിലൊക്കെ അംഗമായ വല്ലതും നടക്കുമോ? എടോ, ചർച്ചിൻ്റെ വലിപ്പമൊന്നുമല്ല, ആത്മാവിൻ്റെ വിശാലതയും മനസ്സിൻ്റെ വിശാലതയുമാണ് പ്രാധാന്യം. നിങ്ങളുടെ ഒരുക്കവും. ശലോമോനോട്
ശലോമോനോട് കർത്താവ് എല്ലാ വാഗ്ദത്തങ്ങളും പറഞ്ഞിട്ട് അടിയിലൊരു സ്റ്റാർ ഇട്ടൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെക്കാൻ കർത്താവ് മറന്നില്ല. ശലോമോനോട് കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രസാദിച്ചടാ, നിനക്ക് ജ്ഞാനമാണോ വേണ്ടേ? ഇതാ ഞാൻ തുറന്നിരിക്കുന്നു. പിന്നെ ന്യായപാലനം ചെയ്യാൻ നീ സമ്പത്ത് ചോദിച്ചില്ല, ദീർഘായുസ് ചോദിച്ചില്ല, ആയുധങ്ങൾ ചോദിച്ചില്ല, ഞാൻ നിനക്ക് അതെല്ലാം തന്നേക്കുവാ, നിനക്ക് ദീർഘായുസം തരുവാടാ, ദീർഘായുസം തരും. അടിയിൽ കർത്താവ് മെല്ലെ 2 സ്റ്റാർ ഇട്ടിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ക്ലോസ് വെച്ച്. എന്താണെന്നറിയാവോ? പക്ഷെ ഒരു കാര്യം, നിന്റെ അപ്പൻ നടന്നതുപോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ. ഈ പ്രാർത്ഥനകളുടെ മറുപടികൾ ബ്ലോക്ക് ആകുന്ന സ്ഥലം ഇവിടെയാണ്. വാഗ്ദത്തമുണ്ട് പാസ്റ്ററേ, കുഞ്ഞിൻ്റെ മേൽ വാഗ്ദത്തമുണ്ട് പാസ്റ്ററേ, എൻ്റെ മേൽ പിന്നെ പറയുകയും വേണ്ട. അതിൻ്റെ ഒരു ഭയങ്കര ഹോൾസെയിലാണ്. പക്ഷെ ഒന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞത്, എബേസ് അവിടെ പ്രാർത്ഥിച്ചു. എബേസിൻ്റെ മനസ്സിൽ വിശാലതയുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പക്ഷെ എബേസ് നോക്കുമ്പോൾ ലിമിറ്റേഷനാണ്. പക്ഷെ ഒരൊറ്റ വാക്കിൽ, എബേസിൻ്റെ ഒറ്റ വാക്കിൽ ദൈവം അതിരുകളെയും അതിർത്തികളെയും പൊട്ടിച്ച് വിശാലത വരുത്തി എന്ന് ബൈബിൾ എഴുതി വെക്കണമെങ്കിൽ എബേസിന് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം അത്ര വലുതായിരുന്നു. അതോടെ പറഞ്ഞേക്കാം. എനിക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യമില്ലാതെ വാഗ്ദത്തം വരാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് ദൈവം വാഗ്ദത്തം തരും. പക്ഷെ വാഗ്ദത്തം പ്രാപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടോ അവിടെ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? വാഗ്ദത്തം പ്രാപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വാഗ്ദത്തങ്ങൾക്ക് ക്ഷാമം ഒന്നും കാണത്തില്ല. പെൻഡിങ് ആയിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ 5 വാഗ്ദത്തങ്ങൾ തരാനും ദൈവം തയ്യാറാണ്. പക്ഷെ അത് 1, 2, 3 എന്ന് പറഞ്ഞ് പ്രാപിക്കാൻ പാടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി വില മുടക്കണം. എങ്ങനെയാണെന്നറിയാവോ? അപ്പൻ നടന്നതുപോലെ നടക്കാൻ മകനോട് ദൈവം ആവശ്യപ്പെടുക. എൻ്റെ രക്ഷകൻ നടന്നതുപോലെ നടക്കാൻ എന്നോട് ദൈവം ആവശ്യപ്പെടുക. യേശു എങ്ങനെയാ നടന്നേ? പെട്ടെന്നെത്താൻ വളഞ്ഞ വഴി പോയില്ല, പോകേണ്ട വഴിയെ പോയി. ഇച്ചിരി ദൂരം നടന്നു എങ്കിലും ചില ദൂരം കർത്താവിന് ലെഫ്റ്റ് ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താവുന്നിടത്തും കർത്താവ് എടുത്തു കാണത്തില്ല. കാരണം 1 കിലോമീറ്റർ ചുറ്റി പോകുന്നിടത്ത് ഒരു കുരുടനുണ്ടെങ്കിൽ അവൻ്റെ മേൽ കർത്താവിൻ്റെ കൈ വീഴാതെ പോകരുതെന്നുള്ളൊരു നിർബന്ധം. ഹല്ലേലൂയ. ചില കാര്യങ്ങളുടെ മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ ആ വൈകിക്കുന്ന സമയത്തിനകത്ത് പുതിയ എന്തോ ഒരു കാര്യം സംഭവിക്കാനുള്ളതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാണ് 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും കാണാതെ യാത്ര 14 ദിവസം വൈകിച്ചു എന്നുണ്ടെങ്കിൽ, മെലീത്ത എന്ന് പറയുന്ന കര പറ്റാൻ 14 ദിവസം വൈകി എന്നുണ്ടെങ്കിൽ, ഈ 14 ദിവസത്തിനകത്ത് ആത്മമണ്ഡലത്തിനകത്ത് പല ചേഞ്ചസും സംഭവിച്ചിട്ടുണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ ഒരു ഘട്ടത്തിൽ കൂടെ ആ മനുഷ്യൻ കടന്നു വേണ്ടി വന്നിട്ടില്ല, ഓർക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തേ, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വർഷങ്ങൾ പ്രാർത്ഥിക്കും, മറുപടിയും കിട്ടുന്നില്ല, വെളിച്ചവും കാണുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിനകത്ത് ആത്മമണ്ഡലത്തിനകത്ത് വിപ്ലവകരമായ പല ചേഞ്ചസും നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാനതൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ആമേൻ. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. എൻ്റെ അതിരുകളെ വിശാലമാക്കണം. കാരണം ഇവിടെ ആ മനുഷ്യൻ പറയുന്നത്, എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. അപ്പൊ ഈ മനുഷ്യൻ ഒരനുഗ്രഹം അല്ല, ഈ മനുഷ്യൻ ഒരനുഗ്രഹമായിട്ടുമില്ല. എന്നാൽ ഈ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. ഈ മനുഷ്യന്റെ മുമ്പിൽ ഇപ്പോൾ സകലതും ലിമിറ്റേഷൻസ് ആണ്, സകലതും തടസ്സമാണ്, എല്ലാം ലിമിറ്റഡാണ്. ലിമിറ്റഡായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. ഈ മനുഷ്യന് ഭൂമിയിൽ നോക്കാൻ ആരുമില്ല, സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ പണിക്ക് പോകും.
അമ്മയും ഉണ്ട്, അപ്പനും ഉണ്ട്. പക്ഷെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു എന്നുള്ള വേദന ഇപ്പോഴും ഉണ്ട്. പിന്നെ ആരാ ഉള്ളേ? പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ അനുഗ്രഹിക്കാൻ കഴിയുന്നതും അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ. മടിക്കാതെ ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ ലൈഫിലെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്ത് തരണം. എൻ്റെ ലൈഫിലെ ലിമിറ്റേഷൻസ്, എൻ്റെ ലൈഫിലെ സ്ട്രഗിൾസ്, കാലൊന്ന് വീശി നടന്നാൽ കാല് തട്ടുന്ന അനുഭവത്തിലുള്ള ലിമിറ്റേഷൻസ്, ഇത് മാറണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം വന്നാലേ പറ്റത്തുള്ളൂ എന്ന് ആ മനുഷ്യനറിയാം. കൈ ഒന്ന് വീശിയാൽ ലിമിറ്റേഷൻസിന്റെ മതിലിൽ തട്ടി കൈവൊട്ടുന്ന അവസ്ഥ. ലിമിറ്റേഷൻസ്, ചിരിക്കാൻ ലിമിറ്റേഷൻസ്, പ്രാർത്ഥിക്കാൻ ലിമിറ്റേഷൻസ്, ശബ്ദമെടുത്ത് സംസാരിക്കാൻ ലിമിറ്റേഷൻസ്, ചർച്ചിൽ പോകാൻ ലിമിറ്റേഷൻസ്, ഒരു ദൈവദാസ വീട്ടിൽ കയറി വന്നാൽ എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലും കൊടുക്കാൻ ലിമിറ്റേഷൻസ്. ഒരു വിശ്വാസി അസുഖമായിട്ട് കിടക്കുന്നു, ഒരു ഓറഞ്ചിന്റെ ക്യാഷ് കൊടുക്കാൻ പോലും ലിമിറ്റേഷൻസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ലിമിറ്റേഷൻസ്. ഒത്തിരി മണിക്കൂർ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ലിമിറ്റേഷൻസ്. ശരീരത്തിന്റെ അവസ്ഥകൾ, രീതികൾ. ഒത്തിരി വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ലിമിറ്റേഷൻസ്. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ലിമിറ്റേഷൻസ്. ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ ഒന്ന് വ്യാപാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ലിമിറ്റേഷൻസ്. എന്നിൽ തന്നെ ഇരുന്ന് എന്നെ ലിമിറ്റഡ് ആക്കുന്ന സാധനവും ഉണ്ട്, പുറത്തുനിന്ന് വന്ന് എന്നെ ലിമിറ്റ് ചെയ്യുന്ന സാധനവും ഉണ്ട്. രണ്ടു ഭാഗത്തും ഒരു വിടുതൽ വേണം. എന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്നെ ലിമിറ്റ് ചെയ്യുന്ന സാധനത്തിനെയും ശാസിക്കണം, പുറത്തുനിന്ന് വന്ന് എന്നെ ലിമിറ്റ് ചെയ്യുന്നതിനെയും ശാസിക്കണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കി തരണം. ആ പ്രാർത്ഥന ദൈവം കേട്ടു, അവൻ ഉത്തരമരുളി എന്ന് വചനവും പറയുന്നു. ഇന്ന് ഈ സന്ദേശം താങ്കൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മനുഷ്യനും സാത്താനും കൊണ്ടുവച്ചിരിക്കുന്ന ലിമിറ്റേഷൻസിൻ്റെ ബൗണ്ടറീസ്, ആ ബൗണ്ടറീസ് ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവുക. നിന്റെ പ്രാണന്റെ മേൽ സാത്താൻ പണിതിരിക്കുന്ന ആ പ്രിസൺ, ആ സോൾ പ്രിസൺ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വിടുതൽ സ്വീകരിക്കാൻ അവർക്ക് കഴിയും. നിങ്ങളുടെ ഫൈനാൻസിന്റെ മേൽ ലിമിറ്റേഷൻസ് കൊണ്ടുവച്ചിരിക്കുന്ന അവസ്ഥയെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ബ്രേക്ക് ചെയ്യും. നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രാർത്ഥിച്ച് നല്ല ചില ബന്ധങ്ങൾ നമുക്ക് കിട്ടും. ശത്രു അതിനെയും കിട്ടും, സാത്താൻ അതിനെയും കിട്ടും. സാത്താൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബൗണ്ടറി വെക്കണമെങ്കിൽ അവൻ എങ്ങനെയും വെക്കും. ഹല്ലേലൂയ. നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ അവർ ചിരിക്കുന്നില്ല. നിങ്ങൾ കാര്യം അന്വേഷിച്ചിട്ട് കാര്യമൊട്ട് പറയുന്നുമില്ല, അവരൊട്ട് പറയാൻ തയ്യാറുമല്ല, അവർ നിങ്ങൾക്ക് മുഖവും തരുന്നില്ല. ഇന്നും അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞാനിത് പറയുന്നത്. കാരണം എന്ത്? കാരണം ഇത്രയേ ഉള്ളൂ, ബന്ധങ്ങളുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന നുകം, ലിമിറ്റേഷൻസ്. പ്രാർത്ഥിക്കാത്ത ലോകപ്രകാരം നടക്കുന്നവന്റെ തോളി കൈയിട്ട് കടക്കാൻ 10 പേര് കാണും. ഒരു കൈക്ക് മേളിൽ 10 കൈയും കൂടെ കയറിയിരിക്കും തോളി കൈയിടാൻ, കാരണം അവൻ ലോകപ്രകാരം നടക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധിയോടും വേർപാടോടും ദൈവകൃപയോടും ജീവിക്കുന്ന താങ്കളുടെ തോളി കൈയിടാൻ പോയിട്ട് കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരും തയ്യാറായിക്കൊള്ളണമെന്നില്ല. പക്ഷെ വിഷമിക്കണ്ട കേട്ടോ, പരിശുദ്ധാത്മാവ് നിന്റെ കൈ പിടിക്കും. പ്രാർത്ഥിക്കാൻ വേണ്ടി കരം സ്വർഗത്തിലേക്ക് മലർത്തുമ്പോൾ ആ കൈ ദൈവം പിടിക്കും. യേശു ആഗ്രഹിച്ചതാ 2 എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, അപ്പോൾ പ്രാർത്ഥിക്കത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചേച്ചും വരാം, 1 മണിക്കൂർ എൻ്റെ കൂടെ ഒന്ന് പ്രയറിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി സപ്പോർട്ട് ചെയ്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എങ്കിലും
യേശുവിന് മറുപടി കൊടുക്കുന്നവൻ ഉറങ്ങിയില്ല. തയ്യാറാണോ ഇന്നൊരു വിശാലതയ്ക്ക് വേണ്ടി? ഷാബ്രാൽ ഖമേസിയാൻ തലബ പ്രാർത്ഥിച്ചേ. ഒരു വിശാലതയ്ക്ക് വേണ്ടി. എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ്, എൻ്റെ ഫൈനാൻസിൻ്റെ മേൽ സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ്, എൻ്റെ മക്കളുടെ ഭാവിയുടെ മേൽ സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ്, അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ സംസാരത്തിൽ സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ്, സാത്താൻ്റെ എല്ലാ റൂളിങ്സ്, നമ്മുടെ സഭയ്ക്കകത്ത് സാത്താൻ വെച്ചിരിക്കുന്ന റൂളിങ്സ്, നമ്മുടെ ലൈഫിൽ സാത്താൻ വെച്ചിരിക്കുന്ന റൂളിങ്സ്, ലാബ്രോസി, അവന്റെ എല്ലാ റൂൾസും ഇന്ന് യേശുവിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങളുടെ വർക്കിംഗ് പ്രിമിസസിൽ സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ് യേശുവിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. ലേബാ ബാബാ സെറ്റേബാ ലെഗോഥ ലെഗോഥ ലബോഷ് റഖബോസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധരങ്ങൾ തുറന്ന് വായ് തുറന്ന് അന്യഭാഷകളിൽ ഗോഡ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ലബാർധുനി റേവ്ഷിയ മാധുരി ധേരിയ റൂഗബ ലദർഗു ഷസീരിയ അധൂര ബൗഡ ശബ്ദൽ കമ. എന്നോട് ദൈവാത്മ പറയാ, ഒത്തിരി ദൂരങ്ങളിൽ ഇരുന്നു പോലും ഞങ്ങളെ കാണുന്ന നിങ്ങളുടെ വീട്ടിൽ സ്പോട്ടിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം ഇറങ്ങും. സ്പോട്ടിൽ വെളിപ്പെടും. സ്പോട്ടിൽ ആ ദൈവശക്തി വെളിപ്പെടും. സ്പോട്ടിൽ വെളിപ്പെടും. ശലോമോന് ജ്ഞാനം സ്പോട്ടിൽ ആവശ്യമായിരുന്നു. എബേസിന് മറുപടി സ്പോട്ടിൽ ആവശ്യമായിരുന്നു. നയീൻ എന്ന പട്ടണത്തിലെ അമ്മയ്ക്ക് മകന്റെ ജീവൻ സ്പോട്ടിൽ ആവശ്യമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അടുത്ത ആഴ്ച മകൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് കർത്താവ് വിട്ടില്ല. സ്പോട്ടിൽ അത് സംഭവിച്ചു. യേശുവിന്റെ ആത്മാവേ, ഇന്ന് ഇതിനകത്ത് പലരുമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അവിടുന്ന് കനിഞ്ഞു നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു പുതിയ ചൈതന്യം തന്നെ വെളിപ്പെട്ട് വരണമേ. പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം പെയ്തിറങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതിരുകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ പ്രോമിസുകളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ മേൽ വരുവാനുള്ളതിനെ ലോക്കിട്ട് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ദൈവം അതിനെ ബ്രേക്ക് ചെയ്യുന്നു. നിന്റെ പ്രോമിസിനെയും നിന്നെയും തമ്മിൽ സൈത്താൻ ഒരേ കോഡിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ആ കോഡ് ഇപ്പൊ സ്വർഗം കട്ട് ചെയ്യുന്നു. പ്രാർത്ഥിക്കുക. തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലുള്ള ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രോഗമാണ് നിന്നെ ലിമിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ രോഗത്തിന് ഇന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് വിട പറയാം. നിങ്ങൾക്ക് തന്നെ ആവശ്യപ്പെടാം, ആ രോഗത്തിന് ഇന്ന് എന്നോട് വിട പറയാം. ഒരു ചിന്തയാണ് നിന്നെ ലിമിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിന്തയോട് സംസാരിക്കാം. ദൈവം അതിനുള്ളൊരു അവസരം തുറന്നു വെക്കുകയാണ്. ആ ചിന്തയ്ക്ക് ഇന്നു മുതൽ എന്നിൽ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. യേശുവിന്റെ ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ശലോമോന്റെ മുമ്പിൽ ദൈവം വെച്ച ദൗത്യത്തിന് ഒഴിവുകഴിവുകൾ പറഞ്ഞ് മറ്റൊരു വ്യക്തിക്ക് സ്ഥാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല. ഞാനൊരു ബാലനല്ലേ, വേറെ ആർക്കെങ്കിലും ദൈവ തോന്നി കൊടുക്കണമേ എന്നൊന്നും പറഞ്ഞ് ഒരു പാപപ്രാർത്ഥനയൊന്നും അദ്ദേഹം നടത്തിയില്ല. അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ദൈവം കൊടുത്തതിന്റെ പിന്നിൽ ദൈവിക ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ ദൗത്യങ്ങൾ ഏറ്റെടുത്തു, ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഏറ്റെടുക്കുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചു. ചില കാര്യങ്ങൾ നീ ഏറ്റെടുക്കുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു മഹത്വം വെളിപ്പെടും. കാരണം ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ
ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്: ധനവും മാനവും ജ്ഞാനവും മഹത്വവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. മഹത്വം, മഹത്വം, മഹത്വം. ശബര ഥലാർ ബലാർ റസോ ലമേർ ധനേ ശഖേന. ആ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുക കുഞ്ഞെ. നിന്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിപ്പിക്കുന്ന ചില വിഷയങ്ങളില്ലേ? നിന്റെ ഹൃദയത്തെയും ചിന്തകളെയും ചൂട് പിടിപ്പിക്കുന്ന ചില അവസ്ഥകളില്ലേ? ബുദ്ധിയെ ചൂട് പിടിപ്പിക്കുന്ന ചില അവസ്ഥകളില്ലേ? അതിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. സബറാന റമാ സലേഹ് ലിഥേരിയോ ഹുലിയോസ് ഷമായിലോ ഹിന്ദറേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവകൃപ നിങ്ങൾ ഓർത്തു നോക്ക്. പ്രാർത്ഥിച്ചത് ശലോമോൻ, പ്രാർത്ഥിച്ചത് ദൈവത്തോട്, മറുപടി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചു. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമെന്ന് ശലോമോൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമെന്ന് ശലോമോൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. 10ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, യഹോവ ശലോമോനോട് അരുളി ചെയ്തത്, യഹോവ അവനോട് അരുളി ചെയ്തത്. അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. സംസാരിച്ചെങ്കിൽ ശബ്ദം കേട്ടു. ശബ്ദം കേട്ടത് ദൈവത്തിൻ്റെത്. ചില കാര്യങ്ങൾക്ക് മറുപടി വെളിപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലായിരിക്കും മറുപടി വെളിപ്പെടുന്നത്. നീ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും മറുപടി വെളിപ്പെടുന്നത്. നീ ആഗ്രഹിച്ചത് ഒരു വഴിയാ, ദൈവം 7 വഴി തുറന്ന് നിനക്ക് വേണ്ടി നീക്കുപോക്കൊരുക്കാൻ ശക്തനായവനാ. ഉടമന ശംദൽ ഖമനബ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. എലിശബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു താനൊരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന്. എന്നാൽ സാറായിക്ക് അതില്ലായിരുന്നു. എലിശബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഒരു ദൂതൻ വന്ന് പറഞ്ഞതിന് ശേഷം ഗർഭം ധരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഒരു ദൂതൻ വന്ന് ദൂത് പറഞ്ഞിട്ടാ ഞാൻ ഗർഭിണിയാവാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. മോളെ, നീ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത ചില വ്യക്തികൾ നിന്നോട് ദൂത് പറഞ്ഞ ദിവസത്തെ, ഒരു പ്രവചനം പറഞ്ഞ ദിവസത്തെ നിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? നിങ്ങൾക്ക് വേണ്ടി ആരും ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോ വെറുതെ വന്ന ഒരു വ്യക്തി ഒരു ആശ്വാസവാക്ക് പറഞ്ഞപ്പോ ഇതൊരു ദൈവശബ്ദമായി തോന്നുന്നു എന്ന് നീ റിയലൈസ് ചെയ്തപ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വസ്ഥതയില്ലാതിരുന്നപ്പോ നിങ്ങളുടെ ഫോണിൽ വന്ന ഒരു ചെറു സന്ദേശം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, അല്ലെങ്കിൽ ഒരു വീഡിയോ മെസ്സേജ് നിങ്ങൾക്ക് തന്ന ആശ്വാസം എത്ര വലുതായിരുന്നു? Holy Ghost in the Ralamasi. വിളിച്ചേ, അപ്പയൊന്ന് വിളിച്ചേ. എനിക്ക് ജീവൻ തന്ന ദൈവമേ, എനിക്ക് കൃപ തന്ന ദൈവമേ, അപ്പയൊന്ന് വിളിച്ചേ. സംസാരിച്ചേ. ഞാൻ ഇന്ന് വരെ ദാനം ചോദിച്ചിട്ടുണ്ട്, ഞാൻ സമ്പത്ത് ചോദിച്ചിട്ടുണ്ട്, ദീർഘായുസ് ചോദിച്ചിട്ടുണ്ട്, ബഹുമാനം ചോദിച്ചിട്ടുണ്ട്, മഹത്വം ചോദിച്ചിട്ടുണ്ട്. അയ്യോ, ബൈബിളിൽ അതൊന്നും ചോദിക്കാതെ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചവർ ജീവിച്ചിട്ടുണ്ടായിരുന്നേ. എടാ, ജ്ഞാനമില്ലാതെ ദൈവം തരുന്ന സമ്പത്ത് നീ എങ്ങനെ ചെലവഴിക്കും? ജ്ഞാനമില്ലാതെ ദൈവം നിന്റെ മുമ്പിൽ വെക്കുന്ന ജനത്തെ നീ എങ്ങനെ നയിക്കും? ജ്ഞാനമില്ലാതെ നിന്റെ സ്റ്റാഫിനെ നീ എങ്ങനെ റെസ്പെക്ട് ചെയ്യും? ജ്ഞാനമില്ലാതെ നിന്റെ മുമ്പിൽ വരുന്ന ഒരു വിഷയത്തെ നീ എങ്ങനെ സ്പിരിച്വലി ഹാൻഡിൽ ചെയ്യും? ഒന്ന് അപ്പയോട് പ്രാർത്ഥിച്ചേ. അപ്പ, ഞങ്ങൾക്കിന്ന് ജ്ഞാനമുള്ളൊരു ഹൃദയം വേണം, ജ്ഞാനമുള്ളൊരു മനസ്സ്, ജ്ഞാനമുള്ള ഒരു ആത്മീയ ജീവിതം
ജ്ഞാനമുള്ളൊരു ഹൃദയം വേണപ്പാ. ജ്ഞാനത്തിന്റെ മേൽ കിടക്കുന്ന അതിരുകൾ പൊട്ടട്ടെ. എല്ലാ ദുരാത്മാവ് വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻസും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അയ്യോ, ആത്മാവുള്ള ഒരു ജനമെങ്കിലും ഇന്നിത് കേട്ടിരുന്നെങ്കിൽ ദൈവമേ. Holy Spirit, Amen, 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 Amen. Holy Spirit of God, in Jesus' name. Shakemana Seleri Baba. Thave ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കാണുന്ന ഓരോ ജനത്തെ അവിടുത്തെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു മനസ്സ്, ജ്ഞാനമുള്ളൊരു ഹൃദയം, വിവേകമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. എന്നെ കാണുന്ന മുഴുവനത്തെയും അപ്പായുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പാ, ഈ ജനത്തെ അവിടുന്ന് സഹായിക്കണം. ഇവരുടെ ഓരോ ആവശ്യങ്ങളെയും അവരോട് കൂടെ ചേർന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അർപ്പിക്കുന്നു. പിതാവേ, ഈ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളു. ഇവരുടെ ഒരാവശ്യം പോലും മുടങ്ങിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കല്ലേ. ഇവരെ ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഇവർ വിശ്വസിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെ വിശ്വസിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ഇവർ ഒരിക്കലും കുനിഞ്ഞു പോകുവാൻ, ഇവർ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞ ജനത്തിൻ്റെ മുമ്പിൽ ഇവരുടെ തല താഴ്ന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. അവിടുന്ന് ഇവരുടെ മേൽ കൃപ വർദ്ധിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമഹത്വം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി വന്ന ദൈവത്തെ മനസ്സറിഞ്ഞൊരു സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.